ഇന്ന് എനിക്കൊരു നേർച്ച കഴിപ്പിക്കാനുണ്ട് കേട്ടോ. മണർകാടാണേ. അതിന് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി കുഞ്ഞിനെ ഒരുക്കി. പിന്നെ ദോശയും മുട്ടക്കറിയും ചെറുപയർ ചാറും ഉണ്ടായിരുന്നു. ദുഃഖവെള്ളിയാണ് ഇന്ന്. മുട്ടയൊന്നും കഴിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ നമ്മൾ ഹിന്ദുക്കളായതുകൊണ്ട് പിന്നെ കഴിച്ചാലും കുഴപ്പമൊന്നും ഇല്ലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതൊക്കെ കഴിച്ചു. ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ ഞാൻ മുടിയെല്ലാം ചീകി ഒരുക്കി റെഡിയാക്കി. പിന്നെ ഷൂ ഇടിക്കലാണ് അടുത്ത പാടെ. കാരണം ഞാൻ ഇട്ടിട്ടൊന്നും കയറുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടായാണ് ഇട്ട് കൊടുത്തത്. ചേട്ടായി റെഡിയാകുവാണ്. ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. ബൈക്കിലാണ് പോകുന്നത്. എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല. കാരണം നല്ല വെയിലാണ്. കാരണം കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ പുറം പൊട്ടിപ്പോകാൻ തുടങ്ങി. എനിക്ക് ബൈക്കിന് ദൂരയാത്രയൊന്നും പോകാൻ ഒട്ടും ഇഷ്ടമില്ല. ഇനി ഇല്ലാത്തത് കൊണ്ട് പിന്നെ അതിന് തന്നെ പോകുന്നു. പിന്നെ ചേട്ടായി ആദ്യം ഫ്രണ്ടിൽ ഇറങ്ങിയായിരുന്നു. ഞാൻ പിന്നെ പുറകെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു നേർച്ച കഴിക്കാനുണ്ടായിരുന്നു അവിടെ. എൻ്റെ ഒരു വിലപിടിപ്പുള്ളൊരു വസ്തു കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേർന്നതാണേ. അപ്പോൾ നേർന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ ആ സംഭവം കിട്ടി. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ചേട്ടായി ബൈക്കൊക്കെ ആയിട്ട് ഇറങ്ങി കേട്ടോ. താഴത്തെ വീടിൻ്റെ മുറ്റത്താണ് വെക്കുന്നത്. പിന്നെ മുണ്ടക്കയത്ത് നിന്ന് ചേട്ടായി അപ്പുറത്തെ കടയിൽ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ ഒരു